ചിറ്റൂർ മേഖലയിലാകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് കാണാതായ 6 വയസ്സുകാരൻ സുഹാന്റെ ചേതനയേറ്റ ശരീരം വീടിന് സമീപത്തെ കുളത്തിൽ കണ്ടെത്തി. കറുകമണി എരുമങ്കോട് സ്വദേശികളായ മുഹമ്മദ് അനസ് തൗഹീദ ദമ്പതികളുടെ മകനാണ് സുഹാൻ. ഏതാണ്ട് 22 മണിക്കൂറിലധികം നീണ്ടുനിന്ന തീവ്രമായ തിരച്ചിലിന് ഒടുവിലാണ് നാടിന്റെ മുഴുവൻ പ്രാർത്ഥനകളെയും വിഫലമാക്കിക്കൊണ്ട് കുഞ്ഞിന്റെ മൃതദേഹം കുളത്തിനടിയിൽ നിന്ന് കണ്ടെത്തിയത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് കുട്ടിയെ കാണാതാകുന്നത്. സഹോദരനൊപ്പം വീട്ടിലിരുന്ന് ടെലിവിഷൻ കണ്ടുകൊണ്ടിരുന്ന സുഹാൻ എന്തോ കാര്യത്തിന് സഹോദരനോട് പിണങ്ങി വീടിന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുകയായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. രാവിലെ സുഹൃത്തുക്കൾക്കൊപ്പം ഗ്രൗണ്ടിൽ കളിച്ച് തിരികെ എത്തിയതായിരുന്നു സുഹാൻ. കുട്ടി പുറത്തേക്ക് പോകുമ്പോൾ അമ്മയുടെ സഹോദരങ്ങളും അവരുടെ മക്കളും മുത്തശ്ശിയും വീട്ടിലുണ്ടായിരുന്നെങ്കിലും കുട്ടി പിണങ്ങിപ്പോവുകയാണെന്ന് ആരും കരുതിയിരുന്നില്ല. ഏറെ നേരം കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാതായതോടെ സഹോദരൻ വീട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കുട്ടിയെ പരിസരത്തൊന്നും കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിച്ചു. ചിറ്റൂർ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും സംയുക്തമായാണ് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് തെരച്ചിൽ ആരംഭിച്ചത്. പോലീസിന്റെ ഡോഗ് സ്ക്വാഡിനെയും സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തിയിരുന്നു. കുട്ടി പോകാൻ സാധ്യതയുള്ള സുഹൃത്തുക്കളുടെ വീടുകളിലും സ്കൂൾ പരിസരങ്ങളിലും പാടശേഖരങ്ങളിലും വ്യാപകമായ പരിശോധനയാണ് നടത്തിയത്. ഇതിനിടെ വീടിന് 100 മീറ്റർ അകലെ വെച്ച് കുട്ടിയെ കണ്ടതായി 2 സ്ത്രീകൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും ഫലമുണ്ടായില്ല. ചിറ്റൂർ, അമ്പാട്ടുപാളയം തുടങ്ങിയ ഭാഗങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ബസ്സുകളിലും മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങളിലും കുട്ടി കയറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തു. രാത്രി വൈകിയെങ്കിലും തിരിച്ചൽ തുടർന്നുവെങ്കിലും കനത്ത ഇരുട്ടും പ്രതികൂല സാഹചര്യങ്ങളും ദൗത്യത്തിന് തടസ്സമായി. കുളങ്ങളിൽ ഫയർഫോഴ്സ് മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ പരിശോധന നടത്തിയെങ്കിലും ആദ്യഘട്ടത്തിലെ സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല. എന്നാൽ ഞായറാഴ്ച രാവിലെ വീണ്ടും നടത്തിയ തെരച്ചിലിലാണ് വീടിനോട് ചേർന്നുള്ള കുളത്തിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കുളത്തിന്റെ ഒരു ഭാഗത്ത് ചെളിയിൽ താഴ്ന്ന നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. വീടിന് തൊട്ടടുത്തുള്ള ഈ കുളത്തിലേക്ക് കുട്ടി അബദ്ധത്തിൽ വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. കളിക്കാൻ ഇറങ്ങിയതാണോ അല്ലെങ്കിൽ പിണങ്ങിപ്പോകുന്നതിനിടയിൽ കുളത്തിന്റെ വക്കിലൂടെ നടന്നപ്പോൾ കാൽ വഴുതി വീണതാണോ ആകാം എന്നാണ് പോലീസ് സംശയിക്കുന്നത്. കുട്ടിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സാധാരണ ഒരു അവധി ദിവസം സഹോദരങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന നിസ്സാരമായ പിണക്കമാണ് ഒരു കുടുംബത്തിന്റെയാകെ വിളക്കണക്കുന്ന ഒരു ദുരന്തമായി മാറിയത്. സുഹാന്റെ വിയോഗ വാർത്തയറിഞ്ഞ വലിയൊരു ജനക്കൂട്ടമാണ് എരുമങ്കാട്ടെ വീട്ടിലേക്കും പരിസരത്തിലേക്കും ഒഴുകിയെത്തുന്നത്.